രണ്ടാം ഊഴം ഭാഗം 5. അയാളൊരു തോൽക്കുടം തുറന്ന് മണപ്പിച്ച് ചരിവയ്ക്കുന്നത് പോലെ മൂളിക്കൊണ്ട് പറഞ്ഞു, മദ്യം. എനിക്ക് ഭയമാണ് ആദ്യം തോന്നിയത്. മദ്യം പരിചയിക്കാനുള്ള പ്രായമായിട്ടില്ല ഞങ്ങൾക്ക്. മധുകപ്പൂക്കളിൽ നിന്ന് വാറ്റിയ മുന്തിയ മദ്യം യവം വാറ്റിയ സുരതാണ വർഗ്ഗക്കാരെ കഴിക്കാറുള്ളൂ. ഇത് വിശേഷപ്പെട്ടതാണ്, രാജകുമാരന്മാർക്ക് ചേർന്നതാണത്രേ. നോക്കൂ. ഞാൻ തോൽക്കുടം വാങ്ങി മണപ്പിച്ചു. കരിഞ്ഞ പൂക്കളുടെ മണം. അത് തിരിച്ചേൽപ്പിച്ച് ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് മധുപാനത്തിനുള്ള പ്രായമായില്ലല്ലോ. ദുര്യോധനൻ ചിരിച്ചു. ഒറ്റപ്പന്നിയെ കുന്തം കൊണ്ട് വീഴ്ത്തിയ അന്ന് തൊട്ട് നീ പുരുഷനായിരിക്കുന്നു. 11 വയസ്സിൽ 16ന്റെ വളർച്ചയുണ്ട് എൻ്റെ ശരീരത്തിൽ നിന്നറിയാം. കുളിമുറികളിൽ വെള്ളം മാറ്റാൻ ദാസിമാർ വരുമ്പോൾ എൻ്റെ നഗ്നതയിൽ നാണം തോന്നി തുടങ്ങിയിരുന്നു. ഒറ്റപ്പന്നിയെ വീഴ്ത്തിയത് കൊട്ടാരത്തിനകത്ത് ഒരാളും എടുത്തു പറഞ്ഞില്ല. അഭിനന്ദന വാക്കും ഞാൻ കേട്ടിട്ടില്ല. ആദ്യത്തെ മൃഗത്തെ വീഴ്ത്തിയതിന് അർജുനന് വേണ്ടി വിതുരർ ഒരു ബലി നടത്തി. ഭീഷ്മാചാര്യന് സ്വർണ്ണച്ചിറകുള്ള ഒരമ്പ് സമ്മാനമായി കൊടുത്തു. വൈരിയായി ഞാൻ കരുതിയ ദുര്യോധനാണ് എന്നെ ആദ്യമായി പ്രശംസിക്കുന്നത്. എൻ്റെ മനസ്സിൽ ധൃതരാഷ്ട്രപുത്രനോടുള്ള സ്നേഹം വഴിഞ്ഞു. അയാൾ കുടം ചുണ്ടിൽ വെച്ച് ഒരു കവിൾ കുടിച്ചു പറഞ്ഞു, ആദ്യം വീഴുന്ന മൃഗം, ആദ്യം കൊല്ലുന്ന ശത്രു, ആദ്യം അനുഭവിക്കുന്ന പെണ്ണ്, ഇതൊക്കെ ആണിന് എന്നും ഓർമ്മിക്കാനുള്ളതാണ്. മുതിർന്നവരുടെ സ്വരത്തിൽ ഗൗരവത്തിൽ അയാൾ സംസാരിക്കുന്നു. ആദ്യം മധുരയൊഴിച്ച ദിവസവും പ്രധാനമാണ്. എന്നിട്ട് അയാൾ ചിരിച്ചുകൊണ്ട് വീണ്ടും കുടിച്ചു. കുടം താഴെ വെച്ച് നെറ്റിയിലേക്ക് വീണെടുക്കുന്ന മുടി പിന്നിലേക്ക് ഒതുക്കി. മുഖം കുറെ കൂടി തുടുത്തിരിക്കുന്നു. നിന്റെ ജ്യേഷ്ഠനുണ്ടല്ലോ യുധിഷ്ഠിരൻ, വീര്യവും ശൗര്യവുമില്ലാത്ത വങ്കനാണ്. വലുതാവുമ്പോൾ അയാൾ എന്തു കാട്ടും? ജ്യേഷ്ഠനെപ്പറ്റി പറഞ്ഞത് എനിക്കത്ര രസിച്ചില്ല. ശാസ്ത്രം പഠിക്കാനാണ് ജ്യേഷ്ഠന് പറ്റുകയെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശരിയാണ്, കേട്ട് തെറ്റാതെ ആവർത്തിച്ചു ചൊല്ലാൻ സമർത്ഥനാണ്. ആയുധശാലയിലെത്തുമ്പോൾ അയാൾ നകുലനേക്കാൾ കഷ്ടമാണ്. പക്ഷേ അത് ദുര്യോധനൻ പറയാൻ പാടില്ല. രാജ്യം ഭരിക്കാൻ മാത്രമാണ് ജ്യേഷ്ഠനെ പരിശീലിപ്പിക്കുന്നത്. നകുലൻ കൊട്ടാര ഭരണവും ഗോരക്ഷയും നടത്തും. സഹദേവൻ കപ്പം പിരിച്ച് ചെലവുകൾ നടത്തും. യുദ്ധം ചെയ്യാൻ അർജുനനുണ്ട്. പിന്നെ ഈ ഞാനും. ആരും വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങൾക്കെല്ലാം ഏറ്റെടുക്കേണ്ടി വരുന്ന ജോലികളെപ്പറ്റി അന്നേ ധാരണയുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ദുര്യോധനൻ കൂടുതൽ വിസ്തരിച്ചില്ല. ഇടയ്ക്ക് ഞാൻ തൊടാതെ നീക്കിവെച്ച മദ്യക്കുടത്തിൽ നോക്കി പതുക്കെ ചിരിച്ചു. ഭയമുണ്ടെങ്കിൽ വേണ്ട, മുതിർന്നവർക്കുള്ളതാണ് മദ്യം. അപ്പോൾ ഞാനും കൈനീട്ടി. ചവർപ്പും മധുരവും. മുതിർന്നവരെപ്പോലെ കുടിക്കണമെങ്കിൽ അപ്രിയം പുറത്തു കാട്ടരുത്. അവൻ എന്നെ തോൽപ്പിക്കരുത് എന്ന വാശിയോടെ ഞാനൊരു കവിൾ കൂടി കുടിച്ചു. പിന്നെ കാട്ടാടിൻ്റെ ഒരു തുടക്കഷ്ണം എടുത്ത് ചവച്ചു. അടുത്ത് ഗദായുധം പഠിക്കാൻ ബലരാമൻ്റെ അടുത്ത് പോകുന്ന വിശേഷം ദുര്യോധനൻ പറഞ്ഞു. മനസ്സിൽ അസൂയ തോന്നി. ബലരാമൻ അമ്മയുടെ മൂത്ത സഹോദരൻ്റെ മകനാണ്. എന്നിട്ടും എന്നെ അയക്കുന്ന കാര്യം ജ്യേഷ്ഠനോ അമ്മയോ ആലോചിച്ചിട്ടില്ലല്ലോ. ഏറ്റവും കരബലമുള്ള രാജാവ് ആരാണെന്നറിയാമോ? ദുര്യോധനൻ്റെ ചോദ്യം. ഞാൻ ആലോചിച്ചു. ബലരാമനല്ല, ബലരാമനെ ജരാസന്ധൻ തോൽപ്പിച്ചിട്ടുണ്ട്. ജരാസന്ധൻ്റെ ശക്തിയെപ്പറ്റി പല പാട്ടുകളും കേട്ടിട്ടുണ്ട്. ഞാൻ മറുപടി പറഞ്ഞു, ജരാസന്ധൻ. ദുര്യോധനൻ ചിരിച്ചു. അല്ല, എൻ്റെ അച്ഛൻ ധൃതരാഷ്ട്രർ. ജരാസന്ധന് 2ാം സ്ഥാനമേ ഉള്ളൂ. പക്ഷേ അച്ഛൻ യുദ്ധം ചെയ്യില്ല. നേരത്തെ രാജ്യം വേണ്ടെന്ന് വച്ചതല്ലേ. 10,000 മതിയാനകളുടെ ശക്തി അദ്ദേഹത്തിൻ്റെ വരബലം കൊണ്ട് കിട്ടിയതാണെന്ന് ദുര്യോധനൻ പറഞ്ഞു. അതെനിക്കും കിട്ടും കുറെ കഴിയുമ്പോൾ. അവൻ വസ്ത്രം നീക്കി ഇടംതൊടിയിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. വായുദേവൻ മലകളെടുത്ത് അമ്മാനം മാടി എറിഞ്ഞിട്ടുണ്ട്. ആ ശക്തി എനിക്കും തരും. ഞാൻ മനസ്സിലെ പ്രാർത്ഥനയാണ് അബദ്ധത്തിൽ പറഞ്ഞുപോയത്. ദുര്യോധനൻ പരിഹാസം കലർന്ന സ്വരത്തിൽ ഉറക്കെ ചിരിച്ചു. എനിക്ക് അരിശം വന്നു. ചിരിക്കരുത്, വായുപുത്രനായ ഭീമസേനാണ് ഞാൻ. ദുര്യോധനൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ധർമ്മന് യുധിഷ്ഠിരൻ, വായുവിന് ഭീമൻ, ഇന്ദ്രന് അർജുനൻ. സൗബലമ്മാവൻ പറയുന്നത് പോലെ ശുദ്ധ മന്ദന്മാരാണ് നിങ്ങൾ. വേറെ നല്ല കഥകളുണ്ടാക്കി പറയാൻ തോന്നിയില്ലേ നിങ്ങളുടെ അമ്മയ്ക്ക്? ഞാൻ തരിച്ചിരുന്നു. അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം സാവധാനത്തിലാണ് മനസ്സിൽ ഉരുത്തിരിഞ്ഞത്. അരിശം കൊണ്ട് തൊണ്ട വരണ്ടു. 2ാമത്തെ തോൽക്കുടം ഒരു വെല്ലുവിളി പോലെ ദുര്യോധനൻ നീട്ടിയപ്പോൾ ഞാനത് വാങ്ങി. എന്നിട്ട് പാതിയോളം ഒറ്റവലിക്ക് കുടിച്ചു തീർത്ത് ഞാനത് താഴേക്ക് എറിഞ്ഞു. മക്കളുടെ അച്ഛനാരാണെന്ന് അറിയാതിരിക്കാൻ സൗകര്യത്തിൽ മൃഗയ, പിന്നെ വനവാസം. ഋഷിമാർ പറഞ്ഞാൽ പാവം ജനങ്ങൾ എന്തും വിശ്വസിക്കും. പക്ഷേ അതെന്നോട് ആവർത്തിക്കണോ വൃഗോദര? ഞാൻ എഴുന്നേറ്റപ്പോൾ ദുര്യോധനൻ്റെ ചിരി വീണ്ടും മുഴങ്ങി. മഹാബലൻ വായുപുത്രൻ. എൻ്റെ കാലുകൾ ഉറയ്ക്കുന്നില്ല. അവനെ കടന്നു പിടിക്കാൻ ആഞ്ഞപ്പോൾ ഞാൻ വീണു. കൈകുത്താൻ ശ്രമിച്ചെങ്കിലും അനുസരണം നഷ്ടപ്പെട്ട കൈപ്പത്തി നിലം തൊടും മുമ്പേ തലയടിച്ചു. ബോധം നഷ്ടപ്പെടും മുമ്പ് വേറെയും ചിരികളും ശബ്ദങ്ങളും അടുത്തു വരുന്നുവെന്ന് തോന്നി. അതിലൊന്ന് ദുശാസൻ്റെയാണ്. കുറച്ചുറക്കെ ഒരു ശബ്ദം കേട്ടു. കയറെവിടെ? കെട്ടാനുള്ള കയറെവിടെ? അത് സൂതപുത്രൻ കർണൻ്റെയായിരുന്നു. കൊമ്പുകോർത്തിടിക്കുന്ന 2 മദഗജങ്ങളുടെ മസ്തകത്തിന് നടുവിലാണ് ഞാനെന്നാണ് ബോധം തെളിയുന്ന വേളയിൽ ആദ്യം തോന്നിയത്. നെഞ്ചിൻ കൂട് ഞെരിഞ്ഞമരുന്നു. ഊന്നി നിൽക്കാൻ എന്തെങ്കിലും ഒന്ന്. പിടികിട്ടാൻ പാകത്തൊരു വള്ളി ഇല്ല. കൈയനക്കാനും വയ്യ. അടിത്തട്ടിലെത്തിയപ്പോഴാണ് ഞാൻ വെള്ളത്തിൽ താഴുകയായിരുന്നു എന്ന് മനസ്സിലായത്. മുകളിലേക്ക് കുതിക്കാനുള്ള ശ്രമത്തിൽ അറിഞ്ഞു, കൈകൾ പിന്നിൽ ചേർത്ത് കെട്ടിയിരിക്കുന്നു. കാലുകളും. ഇതുതന്നെയാവണം അവസാനം. ഗംഗയുടെ അകലെ ഏതെങ്കിലും കരയിൽ മുതലകൾ തിന്നു ബാക്കിയായ എൻ്റെ എല്ലിൻകൂട് അടിഞ്ഞു കയറും. കുന്തിപുത്രൻ ഭീമസേനാണതെന്ന് പോലും ആരും അറിയാൻ പോകുന്നില്ല. കൊടുങ്കാറ്റുകളുടെ ദേവ, ഇതാണോ നിന്റെ പുത്രൻ്റെ അവസാനം? കരഞ്ഞുകൊണ്ട് ഞാൻ ഉള്ളിൽ അലറി. വായിലും മൂക്കിലും ചളിവെള്ളം ഇരച്ചു കയറി.
രക്ഷപ്പെടാനുള്ള ഒരവസാന ശ്രമമെന്ന നിലയ്ക്ക് ഞാൻ കാലിട്ടടിച്ചു. എവിടെയോ ചെന്നെത്തിയ എൻ്റെ പ്രാർത്ഥന ഫലിച്ചിരിക്കുന്നു. കാലിലെ കെട്ടിളകുന്നു. കാലടികൾ ചുറ്റിപ്പിടിഞ്ഞ് ഞാൻ എന്തൊക്കെയോ ചെയ്തു. ദേവന്മാരെന്നെ തുണച്ചു. ഞെരിയാണിൽ നിന്ന് കയറുകൾ ഊർന്നുപോയി. ഞാൻ മുകളിലേക്ക് കുതിച്ചു. വെള്ളം കയറി ശ്വാസകോശത്തിൽ കുടുങ്ങിയ അല്പം വായു ഇപ്പോൾ നെഞ്ചിൻകൂട് തകർത്ത് പുറത്തു ചാടുമെന്ന് തോന്നി. എത്ര ഉയരത്തിലെത്തിയാലും പിന്നെയും തലയ്ക്ക് മുകളിൽ വെള്ളം. അവസാനം രക്ഷപ്പെടാൻ പോകുന്ന കാര്യം സംശയമെന്ന് തോന്നി. കാലുകളുടെ ശക്തി മുഴുവൻ ക്ഷയിച്ചു. മരണം അടുത്തെത്തിയെന്ന് ഉറപ്പിച്ചപ്പോൾ മുകളിലെ വായുവിലേക്ക് ശിരസ്സുയർന്നു. ശ്വസിച്ചു. പിന്നെ വെള്ളം ഛർദ്ദിച്ചു. വീണ്ടും ദീർഘമായി ശ്വസിച്ചു. കൈകൾ ഇപ്പോഴും ഉപയോഗമില്ലാതെ കെട്ടിൽ കിടക്കുകയാണ്. തുഴയാതെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ഞാൻ മുൻപേ ശീലിച്ചതാണ്. ചുറ്റും ഇരുട്ടാണ്. കരയെവിടെയാണ്? ശ്വസിച്ചുകൊണ്ട് പൊങ്ങിക്കിടന്നപ്പോൾ കൈകൾ കുറേശ്ശെ ഇളക്കാമെന്നായി. ഒഴുക്കിൽ ബലം പിടിക്കാതെ ശരീരം തളർത്തിയിട്ടു. സാവധാനത്തിൽ ഇടയ്ക്കിടെ കാലുകൾ കൊണ്ട് തുഴഞ്ഞു. മുകളിൽ നക്ഷത്രങ്ങൾ കൂടി ഇല്ലാത്ത ആകാശം ഒരു വലിയ കൃഷ്ണാജിനം പോലെ മൂടിപ്പൊതിഞ്ഞു നിന്നു. ഒഴുക്കിൽ നീങ്ങുമ്പോൾ ആലോചിച്ചു, ആരൊക്കെ ചേർന്നാണ് എന്നെ കെട്ടി കയത്തിൽ തള്ളിയത്? പ്രത്യേകമായി എനിക്ക് വിരുന്നും സൗകര്യവും ഒരുക്കിയ ദുര്യോധനൻ നേരത്തെ എല്ലാം ചട്ടം കെട്ടിയിരിക്കണം. ഞാൻ ഭക്ഷണം കഴിഞ്ഞ ഉടനെ സ്ഥലം വിട്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു മടങ്ങും ജ്യേഷ്ഠനും അനുജന്മാരും. ദുര്യോധനൻ ദുശാസനും സൂതൻ്റെ മകൻ കർണനും ചേർന്നാണ് കെട്ടിയതും പുഴയിൽ തള്ളിയതും. മറ്റു കൗരവകുമാരന്മാരോ? അവരെ ഗൂഢാലോചനയിൽ ദുര്യോധനൻ പങ്കുചേർത്തിട്ടുണ്ടോ എന്നറിയാനാവില്ല. ജലോത്സവത്തിൻ്റെ മറവിൽ എന്തോ നടക്കാൻ പോകുന്നു എന്ന് ചിത്രസേനും മറ്റും അറിയാതിരിക്കില്ല. ഞാൻ ഈ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ. കാലടികളിൽ എന്തോ തടഞ്ഞു. ഗംഗയിൽ പലയിടത്തും മുതലകളുണ്ട്. മഹർഷിമാരുടെ ശാപം കൊണ്ട് മുതലകളായിത്തീർന്ന പാപികളാണ് അധികവും എന്ന് കേട്ടിട്ടുണ്ട്. കാൽ പിൻവലിച്ച് വീണ്ടും തുഴയാൻ തുടങ്ങിയപ്പോൾ ആഹ്ലാദത്തോടെ ഞാൻ അറിഞ്ഞു, ചവിട്ടിയത് കര തന്നെ. ഇരുട്ടിൽ വഴുതുന്ന ചെളിമണ്ണിലേക്ക് ഞാൻ പ്രയാസപ്പെട്ട് കയറി. കര ഉറച്ച ഭൂമി കാൽക്കീഴിൽ അമരുമ്പോൾ എന്തൊരാശ്വാസം! ഇരുട്ടിൽ കറുത്ത പൊന്തക്കാടുകൾ കണ്ടു. 4-5 വച്ചപ്പോൾ വീണുപോയി. തളർന്നു കിടക്കുമ്പോൾ തണുപ്പ് ദേഹത്തിൽ ഞെരിഞ്ഞിൽ കമ്പുകൾ പോലെ തുളഞ്ഞു കയറി. കണ്ണടച്ച് കിടന്നു. കണ്ണു തുറന്നപ്പോൾ കേട്ടത് ആരുടെയോ ചൂളം വിളിയാണ്. ഇരുട്ട് നേർത്തിരിക്കുന്നു. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു. മനുഷ്യർ തന്നെ. അവർ എൻ്റെ ചുറ്റും നിന്ന് കലപില കൂട്ടി. പ്രാകൃതമല്ല അവർ പറയുന്നത്. ഇടയ്ക്ക് കൈകളിലേക്കിട്ട് ആരോ അഴിച്ചു. കുറേ കൈകൾ ചേർന്ന് എന്നെ പൊക്കിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പ്രയാസപ്പെട്ട് എഴുന്നേറ്റിരുന്നു. മഞ്ഞ നിറത്തിൽ കുറിയ ശരീരവും ചെറിയ കണ്ണുകളുമുള്ള മനുഷ്യർ. രോമം വളരാത്ത മുഖവും നെഞ്ചും. അവർക്ക് പിന്നിലായി കാതിൽ വലിയ ലോഹവളയങ്ങളിട്ട് ചായം മുക്കിയ മുഖത്തോലുകൾ കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകൾ. എൻ്റെ നോട്ടം അവരിലെത്തിയപ്പോൾ കൂട്ടത്തിൽ ഉയരം കുറഞ്ഞവൾ കളിക്കിലുക്കുപോലെ ചിരിച്ചു. പുഴയിൽ എപ്പോഴോ എൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവർക്കിടയിലേക്ക് കറുപ്പും ചുവപ്പും തൂവലുകൾ പിടിപ്പിച്ച ഉഷ്ണീഷ്ണം ധരിച്ച ഒരാൾ കയറി വന്നു. തോളിൽ തോലുറിയിൽ അമ്പുകൾ. ഞാനയച്ച ഒരു മുളവില്ല് വലങ്കൈയിൽ. അയാൾക്ക് വേണ്ടി ആളുകൾ വഴിമാറി നിന്നു. എന്നെ സൂക്ഷിച്ചു നോക്കിയ ചെറിയ വട്ടക്കണ്ണുകളിൽ ആദ്യം ക്രൂരതയായിരുന്നു. പിന്നെ അവയിൽ മൃദുലഭാവം പരക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ അയാൾ ചോദിച്ചു, ആരാണ്? ഞാൻ പേര് പറഞ്ഞു. ഹസ്തിനപുരത്തുകാരനാണെന്നും പറഞ്ഞു. അയാൾ പിറകെ വരാൻ ആംഗ്യം കാട്ടി. പൊന്തക്കാടുകൾ വകഞ്ഞ് അയാൾ നടന്നു. ഞാൻ പിറകെ, കൂടെ മറ്റുള്ളവരും. കാടിന് കനം കൂടി തുടങ്ങുന്ന ഇടത്തെത്തിയപ്പോൾ ഉദയമുഹൂർത്തത്തിലെ പ്രകാശം പരന്നു. മരങ്ങൾ വെട്ടി നിരപ്പാക്കിയ സ്ഥലത്ത് ഉരുളൻ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പാർപ്പിടങ്ങൾ കണ്ടു. എനിക്ക് മനസ്സിലായി, ഇവരാണ് നാഗന്മാർ. പക്ഷേ യമുനയുടെ തീരത്തിലെ കാടുകളിലാണ് ഇവർ പാർക്കുന്നതെന്ന് കേട്ടിരുന്നു. നാഗന്മാരെപ്പറ്റി പല കഥകളും കുട്ടികളെ പേടിപ്പെടുത്താൻ ദാസിമാർ പറയാറുണ്ട്. രാത്രിയിൽ അവർ മനുഷ്യരൂപം വെടിഞ്ഞ് സർപ്പങ്ങളായി മാറും. കാടിന് പുറത്ത് കടക്കുന്നത് ദ്രോഹിച്ചവരോട് പകപോക്കാൻ മാത്രമാണ്. വിഷം പുരട്ടിയ ചെറിയ അമ്പുകൊണ്ടാണ് അവർ വേട്ടയാടുന്നത്. അവരിൽ ഒരാൾ ചായം മുക്കാത്ത ഒരു മൃഗത്തോൽ എനിക്ക് കൊടുക്കാൻ തന്നു. എനിക്ക് കൃത്യമായി അറിയാത്ത ഏതോ മൃഗത്തിൻ്റെയാണ്. പിന്നെ ധാന്യം അരച്ച് തിളപ്പിച്ച എന്തോ ഭക്ഷണം മരപ്പാത്രത്തിൽ കുടിക്കാൻ തന്നു. ചൂടുണ്ടായിരുന്നു. തണുപ്പും വിശപ്പും കൊണ്ട് തളർന്ന ഞാൻ ആർത്തിയോടെ കുടിച്ചു. രണ്ടാമതും മൂന്നാമതും പാത്രം നീട്ടിയപ്പോൾ സ്ത്രീകൾ ചിരിച്ചു. അടുപ്പത്തിരിക്കുന്ന പാത്രം അവരിലൊരുത്തി ഒന്നിച്ചെൻ്റെ സമീപം വെച്ചപ്പോൾ കൂട്ടച്ചിരിയായി. വിശപ്പടങ്ങിയപ്പോൾ ഞാൻ കണ്ണടച്ചു. മരച്ചുവട്ടിൽ തലചായ്ച്ചപ്പോൾ ആരോ വലിയൊരു ചമരത്തോലുകൊണ്ട് എന്നെ പൊതിപ്പിച്ചു. അകത്തും പുറത്തും ചൂട് പരന്നു. തൂവൽ തലപ്പാവുകാരൻ എന്തോ മുരണ്ടപ്പോൾ ആളുകളെല്ലാം പുറത്തേക്ക് പോയി. പിന്നെ ഞാൻ ശാന്തമായി ഉറങ്ങി. ആദ്യത്തെ 2 ദിവസം ഒന്നും ചെയ്യാതെ ഇരുന്നു. എനിക്ക് ഭക്ഷണം തരുന്നതിൽ സ്ത്രീകൾ തമ്മിൽ മത്സരിക്കുകയാണെന്ന് തോന്നി. ഞാൻ ഭക്ഷിക്കുന്നത് കണ്ടിരിക്കുന്നതായി അവരുടെ ഒരു പ്രധാന വിനോദം. 3-ാം നാളിൽ ആണുങ്ങളുടെ കൂടെ രാത്രിയിൽ ഞാനും വേട്ടയ്ക്കിറങ്ങി. ഇരുട്ടിൽ വേട്ടയാടുന്നതാണ് എളുപ്പമെന്ന് അവരെന്നെ ബോധ്യപ്പെടുത്തി. കാട്ടിൽ പക്ഷികളുടെയും മൃഗങ്ങളുടെയും കണ്ണുകൾ രാത്രിയിലെ ഇരുട്ടിൽ ദൂരെ നിന്ന് തന്നെ കാണാം. തിരിച്ചറിയാൻ അല്പം പരിചയമേ വേണ്ടൂ. ഒറ്റപ്പെട്ട മൃഗങ്ങൾ ഇണിയെ വിളിക്കുന്ന ശബ്ദം കേട്ടാൽ അവർക്ക് വേഗം സ്ഥാനമറിയാം. 7-ാം നാളിൽ കാടിൻ്റെ അതിർത്തിയിൽ വെച്ച് ഗോത്രത്തലവനായ നാഗനോട് ഞാൻ യാത്ര പറഞ്ഞു. ആശ്ലേഷിക്കാൻ വേണ്ടി കൈനീട്ടിയപ്പോൾ അയാൾ കൈകൾ മുകളിലേക്ക് ഉയർത്തി എന്നെ വന്ദിച്ചു. പാണ്ഡവകുമാര, മംഗളം. എങ്ങനെ നന്ദി പറയണമെന്നറിയാതെ ഞാൻ വിഷമിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ അയാൾ പലതും എന്നെ പഠിപ്പിച്ചിരുന്നു. അതാണ് ഞങ്ങളുടെ കാട്ടിലെ നിയമം എന്ന മുഖവുരയോടെ. മാറത്തെ പുളിനകമാലയും തൂവൽ തുന്നിയ ശിരോവസ്ത്രവും ഗോത്രത്തലവൻ്റെ അടയാളമാണ്. ആരാണ് എന്നെ വരിഞ്ഞുകെട്ടി കയത്തിലിട്ടത് എന്ന ചോദ്യത്തിന് ശത്രു എന്ന് മാത്രം ഞാൻ പറഞ്ഞപ്പോൾ അയാൾ ഉപദേശിച്ചു.
ശത്രുവിനോട് ദയ കാട്ടരുത്. ദയയിൽ നിന്ന് കൂടുതൽ കരുത്ത് നേടി ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയ്യനാവും. അതാണ് ഞങ്ങളുടെ നിയമം. മൃഗത്തെ വിട്ടുകളയുക. മനുഷ്യന് രണ്ടാമതൊരവസരം കൊടുക്കരുത്. ദിവ്യാസ്ത്രങ്ങളെക്കാൾ സ്വന്തം ശക്തിയിൽ വിശ്വസിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത് എന്തോ എനിക്ക് വിശ്വാസമായില്ല. ദിവ്യാസ്ത്രങ്ങൾ കൊണ്ടേ ഞാൻ കേട്ട യുദ്ധകഥകളിലെല്ലാം വീരന്മാർ ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ നാഗൻ ചോദിച്ചു, ശത്രു അതിലും വലിയ ആയുധത്തിനു വേണ്ടി തപം ചെയ്താലോ? അതും ദേവന്മാർ കൊടുക്കുന്നു. പിന്നെ ആദ്യം തന്നെ ആയുധം കൊണ്ട് എന്ത് കാര്യം? ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയാൻ വിഷമിച്ചു. കൊട്ടാരമുറ്റത്തേക്ക് 8-ാം നാളിലെ പ്രഭാതത്തിൽ മാൻതോലെടുത്ത് നടന്നെടുത്ത എന്നെ കണ്ട് കാവൽക്കാർ ആദ്യം അമ്പരന്നു. പിന്നെ വാർത്ത പരക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. രാജ്യം വിട്ടുപോയി എന്ന് കരുതിയ ഭീമൻ തിരിച്ചു വന്നിരിക്കുന്നു. അമ്മയുടെ മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ ആശ്വാസത്തോടെ ആദ്യം നെടുവീർപ്പിട്ട് എന്നെ ആകെ ഒന്ന് നോക്കി. പിന്നെ മുഖം ഗൗരവം കൊണ്ട് ചുവന്നു. ആരോടും പറയാതെ ഊരു തെണ്ടാൻ ഇറങ്ങാം അല്ലേ? ഗദ്ഗതം ഒതുക്കാൻ അമ്മയ്ക്കായില്ല. അപ്പോഴേക്കും യുധിഷ്ഠിരനും അർജുനനും വന്നു. നീ എവിടെയായിരുന്നു? ഞങ്ങൾ മാത്രമാണ് കേൾക്കുന്നത് എന്നുറപ്പായപ്പോൾ ഞാൻ നടന്ന സംഭവം പറഞ്ഞു. ദുര്യോധനും ദുശാസനും കൂടിയാണ് എന്നെ പ്രമാണകോടിയിൽ എറിഞ്ഞത്. അവർ രണ്ടുപേരും, പിന്നെ ആ നീചൻ സൂതപുത്രൻ കർണനും. അമ്മയുടെ നടുക്കം പുറത്തു കാട്ടാതെ മരപ്പലകൾ പാകി നിലത്ത് വരച്ച ശ്രീചക്രങ്ങളിലൊന്ന് നോക്കിക്കൊണ്ടിരുന്നു. മിണ്ടിയില്ല. അമ്മ ഞങ്ങളുടെ പിറവിയെപ്പറ്റി പറഞ്ഞതൊക്കെ കള്ളക്കഥകളാണെന്നുകൂടി അവൻ പരിഹസിച്ച കാര്യം. നീ നേരത്തെ മടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും വിശ്വസിച്ചു. ഭീഷ്മപിതാമഹനോട് നടന്നതെല്ലാം ഇപ്പോൾ പറയണം. വരൂ ഭീമസേന. അമ്മ പറഞ്ഞു. ആരോടും പറയണ്ട. സൂക്ഷിച്ചിരിക്കുക. എപ്പോഴും സൂക്ഷിച്ചിരിക്കുക. ഒരമ്മ പെറ്റ ഉണ്ണികളെപ്പോലെ ഒത്തുകഴിയാൻ പറഞ്ഞ വലിയമ്മയോട് എന്തായാലും ഇത് പറയുക തന്നെ വേണം, അർജുനൻ വാദിച്ചു. അമ്മ അതും വേണ്ടെന്ന ഭാവത്തെ തലയാട്ടി. യുധിഷ്ഠിരൻ വളരെ അസ്വസ്ഥനായിരുന്നു. എങ്ങനെ കഴിയും ഇവിടെ? അയാൾ ആരോടെന്നില്ലാതെ ചോദിച്ചുകൊണ്ടിരുന്നു. പിന്നെ അമ്മയുടെ നേരെ തിരിഞ്ഞു. നമുക്ക് വാസുദേവൻ അമ്മാവൻ്റെ കൊട്ടാരത്തിൽ പോയി താമസിക്കാമല്ലോ. അതിലെനിക്കും ഉത്സാഹം തോന്നി. ബലരാമനിൽ നിന്ന് ഗദായുദ്ധം പഠിക്കാം. എൻ്റെ പ്രായക്കാരൻ, അല്ല എന്നേക്കാൾ ഒരു വയസ്സിനിളയ കൃഷ്ണൻ ഞങ്ങൾക്ക് കൂട്ടിനുണ്ടാവും, അമ്മ പറഞ്ഞു. അതാണ് കൗരവർക്ക് വേണ്ടതും. അവകാശികൾ ഒഴിഞ്ഞുപോയാൽ അവർക്ക് സൗകര്യവുമായി. ഇതാണോ ഉണ്ണി നീ പഠിക്കുന്ന രാജ്യതന്ത്രം? യുധിഷ്ഠിരൻ അമ്പരന്നു. പാർക്കാൻ ഒരു രാജധാനിയിൽ ഇടം കിട്ടിയാൽ തീർന്നോ നിന്റെ ആവശ്യങ്ങൾ? അപ്പോൾ പുറവാതിക്കൽ നിന്ന് കടന്നു വന്ന ദാസി വിതുര പുറത്തു കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അമ്മ എഴുന്നേറ്റ് നിന്നു. വന്ദിച്ചുകൊണ്ട് കടന്നു വരുന്ന വിതുരരെ ധൃതിയിൽ വണങ്ങി അമ്മ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. യുധിഷ്ഠിരൻ പറഞ്ഞു, ഇളയച്ചനെങ്കിലും അറിഞ്ഞിരിക്കണമല്ലോ. ഭീമനെ കൊല്ലാൻ അവർ വിഷം കൊടുത്ത് മയക്കി കയത്തിലെറിഞ്ഞു. വലിയച്ഛൻ്റെ മക്കൾ, പിന്നെ സൂതൻ്റെ മകൻ കർണനും. ഞങ്ങൾ എന്ത് ചെയ്യണം? വിതുരർ തല കുനിച്ച് സ്വന്തം കാലടിയിൽ നോക്കി നിൽക്കുന്ന അമ്മയെ നോക്കി. നിങ്ങൾ 5 പേരും കരുതി നടക്കുക, പ്രത്യേകിച്ച് ഭീമനും അർജുനനും.